നമ്മളിന്ന് ഇതേ കോരുവലയും കൊണ്ട് മീൻ പിടിക്കാൻ വന്നങ്ങനെ കേട്ടോ. അപ്പോൾ കിട്ടുന്ന മീൻ എന്ന് പറഞ്ഞാൽ തിലോപ്പിയും കരിമീനും പുല്ലൻ, കുറുവ, ചെമ്മീൻ, അങ്ങനത്തെ ചെറിയ ചെറിയ മീനുകളൊക്കെ ആയിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഇന്ന് കോരി പിടിക്കുന്നത് അലനാണ്. അപ്പോൾ നമ്മളിന്ന് ഇതേ വീഡിയോ എടുക്കണം, അതേപോലെ തന്നെ ടോർച്ചൊക്കെ അടിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് അവിടെ ഒരു തിലോപ്പിനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനെ കോരാമെന്ന് വിചാരിച്ചത് എങ്ങനെ കേട്ടോ. ഇത് രാത്രിയായി കഴിയുമ്പോഴത്തേനും മീനൊക്കെ ഓരത്തേക്കടെ നിൽക്കും. അപ്പോൾ നമുക്ക് കോരി പിടിക്കാൻ എളുപ്പമാണ്. രാത്രി തിലോപ്പിയൊന്നും ചൂണ്ടയിൽ കുത്തൂല. അതുകൊണ്ട് ഏറ്റവും നല്ലത് കോരുവല കേട്ടോ. അപ്പോൾ തിലോപ്പിനെ കിട്ടിയിട്ടുണ്ട്. ഭയങ്കര സൈസൊന്നുമില്ല, ഒരു ചെറിയ സൈസ് തിലോപ്പിയാട്ടോ കിട്ടിയേക്കണത്. ഇതേപോലത്തെ ഒരു 10 കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഴപ്പമില്ല, നമുക്ക് ഒരു കറിക്കുള്ള മീനായി. കണ്ടോ, കൈപ്പത്തിരാത്രമുള്ള തിലോപ്പിയാട്ടോ കിട്ടിയേക്കണത്. അത്യാവശ്യം നല്ല കവറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിന് വേണമെങ്കിൽ ജീവനോടെ കൊണ്ടുപോകാം. എന്നിട്ട് വീട്ടിൽ കൊണ്ടുപോയി ടാങ്കൊക്കെ ഉണ്ടെങ്കിൽ ടാങ്കിലിട്ടിട്ട് തീറ്റയൊക്കെ കൊടുത്ത് വളർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 2-3 മാസം കൊണ്ട് തന്നെ അത്യാവശ്യം സൈസ് കിട്ടും കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ നമുക്കൊരു രണ്ടാമതൊരു കറൂപ്പിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കറൂപ്പുണ്ട്, ഒരു ചെമ്മീനുണ്ട്. അപ്പോൾ രണ്ടിനും ഒരുമിച്ച് കോരി ചെയ്താട്ടോ. പിന്നെ ഇവിടെ തോട്ടിലൊക്കെ വെള്ളം കയറി കിടക്കണതുകൊണ്ട് തന്നെ ഇപ്പോൾ കൂനൻ ചെമ്മീൻ നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കൂനൻ ചെമ്മീൻ ഒരു 10 കിട്ടുകയാണെങ്കിൽ നമുക്ക് സൂപ്പറായിട്ട് തന്നെ കറി വയ്ക്കാം. കണ്ടോ, ഇതാണ് കൂനൻ ചെമ്മീൻ എന്ന് പറഞ്ഞത്. നമ്മുടെ ഇവിടെ അത്യാവശ്യം നല്ലപോലെ ഉണ്ട്. ഓരോ നാട്ടിൽ ഓരോ പേരാട്ടോ പറയണേ. നമ്മുടെ ഇവിടെ ഇതിനെ കൂനൻ ചെമ്മീൻ എന്നാണ് പറയണത്. പിന്നെ ഇത് കറൂപ്പ്. കറൂപ്പിനും പല നാട്ടിലും പല പേരാട്ടോ പറയണേ. അപ്പോൾ കറൂപ്പ് ആകെ ഓരനാട്ടോ കിട്ടിയുള്ളൂ ഈ സീസണിൽ. അത് കഴിഞ്ഞ് നമ്മളിത് ഒരു 2 ഞവണിക്കേനെ കോരി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് എന്തായാലും ചുമ്മാ കാണിക്കാൻ വേണ്ടി എടുത്താണ്. അതിനെ അപ്പം തന്നെ നമ്മൾ ഇത് തോട്ടിട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് അവിടെ ഒരു ചെമ്മീൻ നിൽക്കണ്ടായിട്ടോ. നമ്മൾ അതിനെ കോരാൻ വേണ്ടിയാണ് നോക്കണത്. പിന്നെ വെള്ളം നല്ല കലക്കലാട്ടോ. മഴയൊക്കെ പെയ്തുകൊണ്ട് തന്നെ വെള്ളം നല്ല കലക്കലാണ്, നമുക്ക് പെട്ടെന്ന് കാണാനൊന്നും പറ്റില്ല. അപ്പോൾ ഓരത്ത് തന്നെ മീനെ മാത്രമാട്ടോ നമുക്ക് കോരിയെടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ചില സമയത്ത് വെള്ളം കുറവുള്ളപ്പോൾ ഒക്കെയാണ് ഈ വീന വരാലൊക്കെ കിട്ടാറുണ്ട്. അത്യാവശ്യം നല്ല സൈസ് വരാലുണ്ടാവും. പിന്നെ വലിയ വലിയ തിലോപ്പിയൊക്കെ തൊട്ടടുത്ത് വന്നിരിക്കും. ഇപ്പോൾ ഇച്ചിരി വെള്ളം കൂടുതലായതുകൊണ്ട് തന്നെ തിലോപ്പിയൊക്കെ ഇച്ചിരി നടുക്കൊക്കെയാണ് നിൽക്കുന്നത്. പിന്നെ നമുക്ക് പെട്ടെന്ന് കാണാനും പറ്റില്ല കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഇത് ഒരു കൂനൻ ചെമ്മീനാണ്. അത്യാവശ്യം നല്ലപോലെ തന്നെ കൂനൻ ചെമ്മീൻ കയറിയുണ്ട് കേട്ടോ ഇവിടെ. പിന്നെ രാത്രി മീൻ പിടിക്കാൻ പോകുമ്പോഴൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പാമ്പൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ തന്നെ വന്നപ്പോൾ തന്നെ 2 പാമ്പിനെയൊക്കെ കണ്ട്. അത്യാവശ്യം നീർക്കോലിയും പിന്നെ റോട്ടിക്കടെ നല്ല തണുപ്പൊക്കെ ആയതുകൊണ്ട് അണലിയൊക്കെ കയറി കിടക്കും. പിന്നെ ഇപ്പോൾ നമ്മളൊരു തിലോപ്പിനെ കോരനാണ് കാണുന്നത്. ഇതൊരു ചെറിയ സൈസ് തിലോപ്പിയാണ്, നമുക്ക് വളർത്താൻ പറ്റിയ രീതിയിലുള്ളതാണ്. പക്ഷെ എന്നാലും നമുക്ക് കവറില്ലാത്തതുകൊണ്ട് അതിനെ നേരെ നമ്മൾ എടുക്കുക കേട്ടോ. അപ്പോൾ കാണിച്ചു തരാം. അത്യാവശ്യം 1.5 കിലോ മേളിലൊക്കെ സൈസ് വന്ന തിലോപ്പിയാട്ടോ ഇത്. നമ്മുടെ ടാങ്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി സൂപ്പറായിട്ട് വളർത്താൻ പറ്റും. അത്യാവശ്യം കുറച്ച് തീറ്റയൊക്കെ മേടിച്ചിട്ട് കൊടുത്താൽ മതി. പിന്നെ എയറേഷൻ ഇടേണ്ടി വരും. തിലോപ്പിക്ക് മേളിൽ നിന്ന് എയർ എടുക്കാനുള്ള കഴിവില്ല. അപ്പോൾ നമ്മൾ എയറേഷനൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലപോലെ തന്നെ ഇത് വലുതാവും കേട്ടോ. അതുപോലെ തന്നെ നല്ല മീനൊക്കെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ ചൂണ്ടയിടാനൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ചൂണ്ടയിട്ടും അത്യാവശ്യം നല്ലപോലെ തന്നെ തിലോപ്പിയൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ തോട്ടിൽ നിന്നൊക്കെ. ഇപ്പോൾ കോരി എടുക്കണ ഒരു തിലോപ്പിനെ കേട്ടോ. പുല്ലിൻ്റെ ഇടയ്ക്ക് നിൽക്കണയാണ് കണ്ടോ. അത്യാവശ്യം മീനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ ഒക്കെ ഫുള്ളായിട്ട് കാണാം കേട്ടോ. അപ്പോൾ എന്തായാലും ഓക്കേ, ബൈ.